Meet the editors. ചോദ്യം ഇതാണ്, സുരേഷ് ഗോപി മറുപടി പറയണ്ടേ? നമുക്കിപ്പം പിയാ സുനിൽ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി പ്രതിഷേധം തത്സമയം റിപ്പോർട്ട് ചെയ്തത് പിയാ സുനിലാണ്. ഡൽഹിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളും പിയാ സുനിലാണ് ഇതിനെ തുടർന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിയാ സുനിൽ, ഗുഡ് ഈവനിങ് പിയാ സുനിൽ. ഇപ്പോൾ ചോദ്യം ഇതാണ്, സുരേഷ് ഗോപി ഈ വോട്ട് ചോരി വിഷയത്തിൽ, തൃശ്ശൂരിലെ വിഷയത്തിൽ മറുപടി പറയണ്ടേ? നമുക്ക് സുരേഷ് ഗോപി ഒരു മികച്ച നടനാണ്. സുരേഷ് ഗോപി നല്ല നടനാണ്. എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനാണ് സുരേഷ് ഗോപി. പക്ഷേ സുരേഷ് ഗോപി ഈ ഒരു ജനപ്രതിനിധിയായി, ഇപ്പോൾ ഒരു മന്ത്രിയായി, അപ്പോൾ അതിനുശേഷവും സുരേഷ് ഗോപി ഒരു നടൻ്റെ ഹാങ് ഓവറിൽ നിന്ന് മാറിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ആരാന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ചോദിക്കുന്നത്. ഇന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറയുന്നത് നിങ്ങളുടെ സംഭാവനയ്ക്ക് നന്ദി എന്നാണ്. നോക്കൂ, മാധ്യമങ്ങളെയൊക്കെ പരിഹസിക്കുന്നു, കളിയാക്കുന്നു. സുരേഷ് ഗോപി തൃശ്ശൂർ എന്ന് പറയുന്ന മണ്ഡലത്തിലെ ഒരു ജനപ്രതിനിധിയാണ്. അവിടുത്തെ ജനങ്ങൾക്ക് ഒരുപാട് സംശയമുണ്ട്. ആ സംശയങ്ങളാണ് മാധ്യമങ്ങൾ സുരേഷ് ഗോപിയോട് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വോട്ട് അനധികൃതമായി ചേർത്തു എന്ന ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അതിന് മറുപടി പറയൂ എന്ന് സുരേഷ് ഗോപിയോട് തൃശ്ശൂരിലെ ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ജനങ്ങൾ ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി മാധ്യമങ്ങളെ ആകെ പരിഹസിക്കുകയാണ്. വേണ്ട, മാധ്യമങ്ങളോട് പറയേണ്ട, സുരേഷ് ഗോപി ഒരു പ്രസ്താവന ഇറക്കാലോ, സുരേഷ് ഗോപി ഒരു പൊതുസ്ഥലത്ത് വേണമെങ്കിൽ പ്രസംഗിക്കാലോ. പക്ഷേ സുരേഷ് ഗോപി കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. സുരേഷ് ഗോപി വരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രജകളെ കാണാൻ വരുന്നു. പ്രജകൾ എന്നുള്ളത് ഞാൻ പറയുന്നതല്ല, സുരേഷ് ഗോപി തന്നെ പറയുന്നതാണ്. അപ്പോൾ പ്രജകളെ കാണാൻ സുരേഷ് ഗോപി വരുന്നു, ഇന്ന് പ്രജകളെയൊക്കെ കാണുന്നു, അങ്ങനെ തിരിച്ചു പോകുന്നു. ഒരു രാജാവിൻ്റെ പരിവേഷത്തിൽ സുരേഷ് ഗോപി അതാ തിരിച്ചു പോകുന്നു. ഇതാണ് സുരേഷ് ഗോപിയുടെ ഒരു സന്ദർശനവും തിരിച്ചുപോക്കുമൊക്കെ തന്നെ കാണുന്നത്. കഴിഞ്ഞ എത്രയോ ദിവസമായി സുരേഷ് ഗോപി കഴിഞ്ഞ തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ കുറേ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് വരുന്നത്. നേരത്തെ ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കന്യാസ്ത്രീകളൊക്കെ അറസ്റ്റിലായപ്പോൾ അത് വലിയ വിവാദമായൊക്കെ തന്നെ തുടർന്ന സമയത്ത് സുരേഷ് ഗോപി ഒരു പ്രതികരണവുമായി രംഗത്തില്ലായിരുന്നു. സുരേഷ് ഗോപിയെ കാണാനില്ലായിരുന്നു. ഈ ദേശീയ തലത്തിലൊക്കെ തന്നെ പ്രധാനമന്ത്രിയുമായി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയുമായൊക്കെ തന്നെ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അവിടെയൊക്കെ സുരേഷ് ഗോപിയുടെ ഒരു ആബ്സെൻസ് ആയിരുന്നു. പക്ഷേ ഇന്ന് സുരേഷ് ഗോപി കന്യാസ്ത്രീകളുടെ വസതിയിലൊക്കെ തന്നെ എത്തി. നല്ല കാര്യം. ഏതായാലും നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് രംഗം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് വലിയ വിവാദമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നേരത്തെയൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കോഡ് ഓഫ് കോണ്ടക്ട് വയലേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വരെ റദ്ദാക്കിയ ഒരു ചരിത്രമുണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയ വലിയ തീരുമാനങ്ങൾ ഉണ്ടായ ഒരു രാജ്യമാണിത്. പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യതയാകെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് നിസ്സാര വിഷയമല്ല. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരത്തിൽ നിരവധി വിവാദങ്ങൾ രാജ്യത്താകെ ഉയർന്നിട്ടുണ്ട്. അന്നൊക്കെ ഉയർന്നൊരു വിവാദം എന്നത് ഈ വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേട് നടക്കുന്നു എന്നതായിരുന്നു. അപ്പോൾ അന്ന് ഉയർന്നു വന്ന ഏറ്റവും വലിയൊരു പ്രചരണം എന്നത് ബാലറ്റിലൂടെ തെരഞ്ഞെടുപ്പ് നടക്കണം എന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ രംഗത്ത് വരുന്നതായിരുന്നു. അന്ന് സുപ്രീം കോടതിയിൽ വരെ ഈ കേസ് എത്തുകയും സുപ്രീം കോടതി ഈ വോട്ടിംഗ് യന്ത്രത്തിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അഭിപ്രായം അംഗീകരിച്ചുകൊണ്ട് വീണ്ടും വോട്ടിംഗ് യന്ത്രത്തിൽ തന്നെ വോട്ടെടുപ്പ് തുടരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഞാൻ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. അന്ന് ആ ഹരിയാനയിലെ ആ ഫീൽഡിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ അധികാരം നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് 100% ഉറപ്പായിരുന്നു. അന്ന് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുമെന്നും അവിടെ BJPക്ക് അധികാരം നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളതിൻ്റെ എല്ലാ ട്രെൻഡും ഉണ്ടായിരുന്നു. ആ ട്രെൻഡ് തന്നെയായിരുന്നു പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധിയായി പുറത്തു വന്നതും. പക്ഷേ മാസങ്ങൾക്കപ്പുറം അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കാര്യങ്ങളാകെ മറിമറിയുകയാണ്. ഹരിയാനയിൽ വിജയിച്ചത് BJP വീണ്ടും അധികാരം നിലനിർത്തുന്നതാണ് കണ്ടത്. അന്ന് തെരഞ്ഞെടുപ്പ് അലിഗേഷൻസ് വരുന്നു. മഹാരാഷ്ട്രയിൽ സമാനമായ രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജയവുമായി
യാതൊരു ബന്ധവുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യമായിരുന്നു മഹാരാഷ്ട്രയിൽ പിന്നീട് കണ്ടത്. അതേസമയം അതൊക്കെ തന്നെ ആ അലിഗേഷനൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളയുന്നു. അതേസമയം നോക്കൂ, രാഹുൽ ഗാന്ധി ഇപ്പോൾ കർണാടകത്തിലെ ഈ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിലെ ഈ മഹാദേവപുരയിൽ നിന്ന് ഒരു കണക്കെടുത്ത് ജനങ്ങൾക്ക് മുമ്പിലാകെ അവതരിപ്പിക്കുമ്പോൾ നോക്കൂ, വലിയ ഒരു തട്ടിപ്പിൻ്റെ ഒരു തെളിവുകൾ എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയേണ്ട സാഹചര്യം നിലനിൽക്കുന്നു. അതിൻ്റെ അതേ തനിയാവർത്തനമാണ് തൃശ്ശൂരിൽ ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് പേരെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കണമെങ്കിൽ അവിടെ നിയമപ്രകാരം 6 മാസമെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് ഒരാൾ താമസിച്ചിരിക്കണം എന്നൊക്കെയാണ് നിയമം പറയുന്നതെങ്കിലും അതൊക്കെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ പേര് ചേർത്തത്. അങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വന്നു. കുടുംബാംഗങ്ങളുടെ, സഹോദരൻ്റെ, ഡ്രൈവറുടെ വരെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് സംശയങ്ങൾ ജനങ്ങൾ ഉയർത്തുമ്പോൾ അതിൽ മറുപടി പറയേണ്ട ബാധ്യത സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിന് നിങ്ങൾ ആരാ എന്ന് മാധ്യമങ്ങളോട് ചോദിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ ചെയ്ത സേവനത്തിന് നന്ദി എന്ന് മാധ്യമങ്ങളെ പരിഹസിക്കുകയല്ല വേണ്ടത്. ഇത് ജനങ്ങൾക്ക് സംശയമുണ്ട്. ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടാണോ വിജയിച്ചത് എന്ന് ഒരു സംശയം ഉയരുന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറഞ്ഞു പോകേണ്ട ഒരു ബാധ്യത സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. തെരഞ്ഞെടുപ്പ് രംഗം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും സുതാര്യമായ ഒരു സാഹചര്യമാകണം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിൽ ഏറ്റവും വലിയ റോൾ വഹിക്കാനുള്ളത്. അപ്പോൾ നോക്കൂ, സുരേഷ് ഗോപി ആയാലും നരേന്ദ്രമോദി ആയാലും ഇനി അമിത്ഷാ ആയാലും അവർ പ്രധാനമന്ത്രിയാകാനും ആഭ്യന്തരമന്ത്രിയാകാനും അല്ല മത്സരിക്കുന്നത്. അവരൊരു മണ്ഡലത്തിലെ പ്രതിനിധിയാണ്. ലോക്സഭയായാലും നിയമസഭയായാലും അവിടുത്തെ ജനങ്ങളുടെ വോട്ട് നേടി വിജയിക്കുന്ന ഇവർ ആ മണ്ഡലത്തിലെ ജനപ്രതിനിധിയാണ്. അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് പാർലമെൻറ്റിനെ അറിയിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടൽ നടത്തുകയും ചെയ്യേണ്ട ജനപ്രതിനിധികളാണ്. ഭരണഘടനയുടെ തുടക്കത്തിൽ എന്താണ് പറയുന്നത്? വി ദ പീപ്പിൾ എന്നാണ്. ഐ ആം ദ സ്റ്റേറ്റ് എന്നല്ല. പക്ഷേ സുരേഷ് ഗോപിയുടെ ഒരു പ്രകടനം കണ്ടാൽ ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന പോലെയൊക്കെയാണ് സുരേഷ് ഗോപിയുടെ ഒരു സമീപനവും ആറ്റിറ്റ്യൂഡും ഒക്കെ തന്നെ. അതൊക്കെ മാറേണ്ടതാണ്. സുരേഷ് ഗോപി ഒരു നടൻ്റെ ഹാങ് ഓവറിൽ നിന്ന് മാറി ഒരു ജനപ്രതിനിധിയായി മാറണം. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അലിഗേഷൻസ് ഉണ്ടായാൽ അതിന് മറുപടി പറഞ്ഞ് തന്നെ മുന്നോട്ട് പോകണം എന്നതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇങ്ങനെ മുഖം വീർപ്പിച്ച് നടക്കുകയല്ല, വളരെ കൃത്യമായി കാര്യങ്ങൾ മറുപടി പറയുക. അതിന് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹത്തിന് മടിയുണ്ടെങ്കിൽ ജനങ്ങളോടെങ്കിലും അദ്ദേഹം പ്രതികരിക്കേണ്ടതാണ്. താങ്ക് യു. പിയാസുലാണ് ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി നമ്മുടെ ഫ്ലോറിലെത്തി പ്രേക്ഷകരുമായി സംസാരിച്ചത്. ജിമ്മി, മറുപടി പറയണ്ടേ സുരേഷ് ഗോപിയുടെ മറുപടി പറയേണ്ടതെന്ന ചോദ്യത്തെ കുറച്ചുകൂടെ വിശാലമാക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 11 വർഷമായി ഒരു വാർത്താ സമ്മേളനം പോലും നടത്താത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി എല്ലാ ബുധനാഴ്ചയും കേരളത്തിലെ മുഖ്യമന്ത്രിമാർ ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് വർഷങ്ങളായി ചെയ്യാത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അങ്ങനെയുള്ള ഒരു നാട്ടിൽ, അങ്ങനെയുള്ളൊരു രാജ്യത്ത് സുരേഷ് ഗോപി കഴിഞ്ഞ 19 ദിവസമായി സംസാരിക്കുന്നില്ല. ഈ കോണ്ടെക്സ്റ്റിലാണ് സുരേഷ് ഗോപി മറുപടി പറയണ്ടേ, സുരേഷ് ഗോപിയും മറുപടി പറയണ്ടേ എന്നുള്ളതാണ് ആ ചോദ്യത്തെ ഞാനൊന്ന് പരിഷ്കരിക്കുക. സുരേഷ് ഗോപി ഇത് ആദ്യമായിട്ടല്ല മാധ്യമങ്ങളോട് മുഖം തിരിക്കുന്നത്. അദ്ദേഹത്തിന് ചിലപ്പോൾ ദേഷ്യം വരും, അദ്ദേഹത്തിന് ചിലപ്പോൾ സങ്കടം വരും. അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് പോലും അറിയില്ല എന്ന് തോന്നുന്നു. എൻ്റെ ഓർമ്മയിൽ ഒരു 5 പ്രാവശ്യമെങ്കിലും സുരേഷ് ഗോപി ഇതിനു മുമ്പ് മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് ജബൽപൂരിൽ ഒരു പുരോഹിതനെതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ സുരേഷ് ഗോപിയോട് ചോദിക്കുമ്പോൾ ആരാ, നിങ്ങളാരാ, മീഡിയ, എന്ത് മീഡിയ എന്ന് ചോദിച്ചിട്ട് പൊട്ടിത്തെറിച്ച് പോകുന്നു. എല്ലാവരും ഞെട്ടുകയാണ്. അതിനുശേഷം വയനാട് സംഭവത്തിൽ പ്രധാനമന്ത്രി വന്ന് പറഞ്ഞിട്ട് പോയി, ഒന്നും തന്നില്ലല്ലോ, അത് നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കുക. എനിക്ക് ഇഷ്ടമായില്ല നിങ്ങളുടെ ചോദ്യം. എല്ലാം വളരെ സിനിമാ സ്റ്റൈലിൽ, താളത്തിൽ, വോയിസ് മോഡുലേഷനിൽ അദ്ദേഹം രണ്ടാമത്തെ പ്രതികരണം. പിന്നീട് അമ്മയുടെ ഇഷ്യൂവിനകത്ത് ഗണേശനെ കുറിച്ചൊരു ചോദ്യം വന്നപ്പോൾ അദ്ദേഹം നിങ്ങളൊരു വലിയ സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കുക, ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിലെ കാര്യം ചോദിക്കണം, ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓഫീസിലെ കാര്യങ്ങൾ ചോദിക്കണം. അവിടെയും സുരേഷ് ഗോപി ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുകയാണ്. ഈ 3 കാര്യത്തിലും നമ്മൾ സുരേഷ് ഗോപി ശരിക്കും ഇങ്ങനെയാണോ എന്ന് നമ്മൾ ഞെട്ടിക്കുന്നു. അപ്പോഴാണ് വീണ്ടും ഒരു സാധനം വരുന്നു. സുരേഷ് ഗോപി ഒരു മാധ്യമപ്രവർത്തകയോട് മോശമായി പെരുമാറി എന്ന രീതിയിൽ പരാതിയൊക്കെ വരുന്ന ഒരു സമയത്ത് നോ ബോഡി ടച്ചിങ് എന്ന് പറഞ്ഞ പുള്ളി കളിയാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു. ഏറ്റവും അവസാനം തൃശ്ശൂർ പൂരം അലങ്കോലമായ സംഭവത്തിൽ അദ്ദേഹം ആംബുലൻസിൽ വന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് ഞാൻ CBIയോട് പറഞ്ഞോളാം, നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല. ഇങ്ങനെയും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. ആ സുരേഷ് ഗോപിയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് ഇന്നൊരു ദിവസമല്ല കഴിഞ്ഞ ദിവസവുമൊക്കെ ഒരക്ഷരം സംസാരിക്കാതെ അദ്ദേഹം പോവുകയും അദ്ദേഹം ഇന്നും ഓർത്തിരിക്കാനൊരു ഡയലോഗ് പറഞ്ഞു, ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് നന്ദി. സുരേഷ് ഗോപി ആയാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയാലും ഇതിനൊക്കെ ഒരു തുടർച്ചയുണ്ട്, ഇതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. കൂടുതൽ ആളുകൾ മാധ്യമങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുകയും മാധ്യമങ്ങളോട് സംസാരിക്കാൻ സൗകര്യമില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാധ്യമങ്ങളെ അങ്ങനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല.
ഒരു കാലത്ത് ജനങ്ങളോട് സംസാരിക്കാൻ മാധ്യമങ്ങൾ മാത്രമുണ്ടായിരുന്ന ഒരു കാലത്താണ് മാധ്യമ സ്വാതന്ത്ര്യമെന്നും മാധ്യമങ്ങൾ എന്തോ മഹാസംഭവമാണെന്നും രാഷ്ട്രീയ നേതാക്കളും ജനങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യം രാഷ്ട്രീയ പ്രവർത്തകർക്കില്ല എന്ന് വന്നപ്പോഴാണ് അവരുടെ തനി സ്വരൂപം പുറത്തു വരുന്നത്. മാധ്യമങ്ങളില്ലെങ്കിലും ജനങ്ങളോട് സംസാരിക്കാം. കാരണം സോഷ്യൽ മീഡിയ ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങളുണ്ട്. സ്വന്തമായി ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിലിടാം. അപ്പോൾ മാധ്യമങ്ങൾ വേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക് വരുന്നു. അപ്പോൾ ചരിത്രപരമായൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. സുരേഷ് ഗോപിക്ക് മുമ്പേ ആളുകളത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇതിലെല്ലാം ഉണ്ട്. അപ്പോൾ സുരേഷ് ഗോപിയെ ഒറ്റയ്ക്ക് വളഞ്ഞിട്ട് ആക്രമിക്കേണ്ട. സുരേഷ് ഗോപി മാത്രമല്ല, എനിക്ക് സംസാരിക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞും പറയാതെയും മാധ്യമങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, എൻ്റെ പ്രശ്നം, സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിക്കേണ്ട. പക്ഷേ സുരേഷ് ഗോപി ആരോടെങ്കിലും സംസാരിക്കണ്ടേ ജനങ്ങളിലേക്ക് കാര്യങ്ങൾ പറയാൻ? എൻ്റെ അറിവിൽ കഴിഞ്ഞ 19 ദിവസം, അതായത് 2 കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ ആക്രമിക്കപ്പെട്ടതിന് ശേഷം സുരേഷ് ഗോപി ഒരിടത്തും ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഒന്നും അദ്ദേഹം നടത്തിയിട്ടില്ല, ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല, ഒരു തരത്തിലുള്ള പ്രതികരണവുമില്ല. സുരേഷ് ഗോപി പിണങ്ങി എന്ന മട്ടിലാണ് നമുക്ക് പലപ്പോഴും കാര്യങ്ങൾ കേൾക്കുമ്പോൾ തോന്നുക. എന്തുകൊണ്ടാണ്? സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് തീരുമാനിച്ച ആ നിമിഷം മുതൽ ജനങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കാൻ എങ്ങനെയെങ്കിലും മാധ്യമങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചോളൂ, മാധ്യമങ്ങളെ എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ. സുരേഷ് ഗോപി ഒരു സമയത്ത് പ്രതികരിച്ച് ഇത് നിങ്ങളുടെ തീറ്റയാണ് എന്നാണ്. തീറ്റയാണ്, അതുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കില്ല. വേണ്ട, സംസാരിക്കേണ്ട. പക്ഷേ ജനങ്ങളോട് താങ്കൾ സംസാരിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, തൃശ്ശൂർ പോലൊരു മണ്ഡലത്തിൽ ക്രിസ്ത്യാനികളുടെ വോട്ടൊക്കെ നേടി താങ്കൾ ജയിച്ചു എന്ന് പറയുന്നു. അത് എതിർപക്ഷത്തിൻ്റെ ആരോപണമാണെന്നിരിക്കും. പക്ഷേ അങ്ങ് തന്നെ പള്ളികളിലും അരമനകളിലൊക്കെ പോയി വലിയ കാര്യമായി സംസാരിച്ചതാണ്. അപ്പോൾ അവിടെ ഒരു വിഷയം വന്നപ്പോൾ താങ്കളോട് ആളുകൾ പ്രതികരണം ചോദിക്കുമ്പോൾ താങ്കൾക്ക് മുഖം തിരിക്കാനുള്ള അവകാശമില്ല. താങ്കളൊരു പൊതുപ്രവർത്തകനാണ്, സ്വകാര്യ വ്യക്തിയല്ല. ഇനി ഞങ്ങളോട് പറയണ്ടെങ്കിൽ ആരോടെങ്കിലുമൊക്കെ പറയണം. അപ്പോൾ സുരേഷ് ഗോപി ഫാൻസ് പറയുന്നത് സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ ആദ്യം കണ്ടത് അദ്ദേഹമാണ്, അതിനുശേഷമാണ് കേരളത്തിലെ BJP ഇതിൽ ഇടപെടുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ സഭയും കേരളത്തിലെ സഭാ നേതാക്കന്മാരും ഇതിനുശേഷം പലതവണ മാധ്യമങ്ങളെ കണ്ടല്ലോ. അവരെല്ലാം പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്കൊക്കെ നന്ദി പറഞ്ഞു. ഇവരാരും സുരേഷ് ഗോപിയെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ആ കഥയിൽ അത്ര വിശ്വസിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ സുരേഷ് ഗോപി മറുപടി പറയണം. അതിനുശേഷം 3 ദിവസത്തിന് ശേഷം കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമാകുന്നു. സുരേഷ് ഗോപിയുടെ നാട്ടിൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അടക്കമുള്ള ആളുകൾ കള്ള വോട്ട് ചെയ്തെന്നും അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയെന്നുമാണ് ആരോപണം. വളരെ ഗുരുതരമായ ആരോപണമാണ്. അത് തെളിവ് സഹിതം ഇങ്ങനെ ഓരോന്നോരോന്നേ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെങ്കിലും മറുപടി പറയാനുള്ള ബാധ്യത സുരേഷ് ഗോപിക്കില്ലേ? സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഇപ്പോഴും വിചാരിക്കുന്നത് അദ്ദേഹം ഒരു നടനാണ്. ആ നടനെ നടനൊരു സ്വകാര്യതയുണ്ട്, നടനെ സംസാരിക്കാനുള്ള അപ്പോയിൻമെൻറ്റ് എടുക്കണം. അങ്ങനെയാണോ അങ്ങ് കരുതുന്നത്? അതോ സുരേഷ് ഗോപിക്ക് പിണക്കമാണോ? എല്ലാവരും അദ്ദേഹത്തോട് വളരെ മോശമായി പെരുമാറുന്നതാണോ? ഇത് എന്തു തന്നെയായാലും സുരേഷ് ഗോപി എന്ന് പറഞ്ഞ MP, സുരേഷ് ഗോപി എന്ന് പറയുന്ന പൊതുപ്രവർത്തകന് ജനങ്ങളോട് സംസാരിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഓർമ്മിപ്പിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്തത്. മാധ്യമങ്ങൾക്കുള്ള പുലഭ്യവിളി ഇനിയും തുടർന്നോളൂ. ഇന്ന് BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് വളരെ രസകരമായി സുരേഷ് ഗോപിക്ക് വേണ്ടി സംസാരിച്ചു. ഏറ്റവും അവസാനം ഒരു ഗോൾ അടിച്ചു. സുരേഷ് ഗോപി കള്ളവോട്ട് ചെയ്തെന്നാണല്ലോ പറയുന്നത്. ഈ 70,000 വോട്ടും സുരേഷ് ഗോപി കള്ളവോട്ട് ചെയ്തതാണോ? എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 99 ചെയ്തു എന്നാണോ എന്ന് പറഞ്ഞെന്നറിയില്ല. അപ്പോൾ സുരേഷ് ഗോപിക്ക് വേണ്ടി ഇറങ്ങി കളിക്കുന്ന ആളുകൾ ആരാണ്? അവർ പറയുന്നത് എന്താണ്? ഇത് കാണുമ്പോഴെങ്കിലും തനിക്ക് പറയാനുള്ള കാര്യം ഒരു 4 വരി ഒരു കടലാസിൽ എഴുതി എവിടെയെങ്കിലും ഒന്ന് പ്രസിദ്ധീകരിക്കണ്ടേ? ഒരു ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും ഇട്ടാൽ മതി. ശ്രീ സുരേഷ് ഗോപി, താങ്കളുടെ പ്രതികരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നു, ജനങ്ങൾ കാത്തിരിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ജനാധിപത്യം അങ്ങനെയാണ്, ജനാധിപത്യത്തിൻ്റെ രീതി അങ്ങനെയാണ്. തൃശ്ശൂർ എടുക്കാനിങ്ങി വന്നപ്പോൾ താങ്കൾ എല്ലാവരോടും എല്ലാ സ്ഥലങ്ങളിലും കയറി ഇറങ്ങുകയും വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്തില്ലേ? എപ്പോഴും സംഭാഷണം 2 വേ ആണ്. താങ്കൾക്ക് പറയാനുള്ളത് പറയും, തിരിച്ച് മറുപടി ഉണ്ടാവും. അവിടെയാണ് മാധ്യമങ്ങളുടെ പ്രസക്തി. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഈ പുതിയ കാലത്ത് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് തിരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏത് സംവിധാനത്തോടും രാഷ്ട്രീയ പ്രവർത്തകർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും പ്രധാനപ്പെട്ട എല്ലാവർക്കും വെറുപ്പാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം മൻ കി ബാത്താണ്, വൺ വേ കമ്മ്യൂണിക്കേഷൻ, റേഡിയോ. അങ്ങോട്ട് പറയും. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രി വലിയ വാർത്താ സമ്മേളനങ്ങൾ ഒഴിവാക്കി വളരെ രസകരമായി ഇൻ്റർവ്യൂസ് കൊടുത്തു മാധ്യമങ്ങൾക്ക്. ഇംഗ്ലീഷ് മാധ്യമങ്ങൾക്കാണ് പ്രധാനമായും കൊടുത്തത്. അതിൻ്റെ കഥ എങ്ങനെയാണെന്ന് അറിയാം. എനിക്ക് നേരിട്ടറിയാം, ഡൽഹിയിലുണ്ടായിരുന്നതുകൊണ്ട്. വളരെ കൃത്യമായി സർക്കാരിൻ്റെ ക്യാമറ, സർക്കാരിൻ്റെ എഡിറ്റിംഗ് എന്ന് വെച്ചാൽ ചോദ്യം അടക്കം എഴുതി കൊടുത്ത് അകത്ത് കയറുക. ടെലിവിഷനിലാണെങ്കിൽ ആ ചോദ്യം ചോദിക്കുക, ആ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയും, അതിനുശേഷം കയ്യും പൂട്ടി തിരിച്ചു പോരുക. ഈ ഇൻ്റർവ്യൂ എഡിറ്റ് ചെയ്ത് ടേപ്പിലാക്കി തിരിച്ച് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന നിമിഷമേ അറിയൂ ഇതിനകത്ത് എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഇല്ല എന്നുള്ളത്.
അങ്ങനെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അഭിമുഖങ്ങൾ നടത്തിയത്. ഞാൻ ഉത്തരവാദിത്തോടു കൂടി പറയാണ്, അങ്ങനെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ എല്ലാ മാധ്യമങ്ങളുടെയും ഇൻ്റർവ്യൂ നടത്തിയത്. ഒരു മാധ്യമം പോലും, ഏതെങ്കിലും മാധ്യമം അങ്ങനെ ഒരു ഇൻ്റർവ്യൂ വേണ്ട എന്ന് പറഞ്ഞോന്ന് എനിക്കറിയില്ല. പക്ഷേ അവസരം കിട്ടിയവരെല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. പത്രമാണെങ്കിലോ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളത് ഉത്തരം അച്ചടിച്ചു വരും. ഇങ്ങനെയൊരു കാലത്ത് സുരേഷ് ഗോപി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സുരേഷ് ഗോപി ഒരു തരത്തിലുമുള്ള ആളുകളോട് എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ മറ്റൊരു വഴിയിലേക്ക് അദ്ദേഹം തിരിയുകയാണ്. മൻ കി ബാത്ത് സംസാരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം എൻ്റെ പ്രത്യേകത എന്താ? എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ പറയും. അത് നിങ്ങൾ കേൾക്കണം. ഇതാണ് രീതി. അത് രാജ്യം ഭരിക്കുന്ന, സംസ്ഥാനം ഭരിക്കുന്ന ആളുകൾക്കൊരു താല്പര്യമായി മാറിയ ഒരു കാലത്ത്, സോഷ്യൽ മീഡിയയുടെ കാലത്ത് സുരേഷ് ഗോപി അത് പറ്റാത്തത് കൊണ്ട് എന്നാൽ പുറത്തിറങ്ങി നടക്കുകയും വേണം. അദ്ദേഹം ഒരു വല്ലാത്ത വിമർശനത്തിൽ നിൽക്കുകയാണ്. 19 ദിവസം കഴിയുന്നു. നാളെയെങ്കിലും സംസാരിക്കണമായിരിക്കും. പക്ഷേ സുരേഷ് ഗോപി ഇന്ന് മിണ്ടാതിരിക്കുമ്പോൾ ഉയരുന്ന ചോദ്യം, ഇന്ത്യയിലടക്കം മാധ്യമങ്ങളോട് നേരെ ചൊവ്വേ സംസാരിക്കാത്ത മാധ്യമങ്ങൾ, അല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ വേറൊരു ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. വാർത്താ സമ്മേളനമാണ്, 1 മണിക്കൂറായിരിക്കും. 45 മിനിറ്റ് പറയേണ്ട ആൾ പറയും. അവസാനത്തെ 15 മിനിറ്റിൽ ചോദ്യങ്ങളുണ്ടാവും. പെട്ടെന്ന് പ്ലാൻ ചെയ്ത് 3-4 ചോദ്യങ്ങൾ വരും, അതിന് മറുപടി പറയും, അദ്ദേഹം എഴുന്നേറ്റ് പോകും. അങ്ങനെയും നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ, കേരളത്തിൽ. അപ്പോൾ ഒരു തരത്തിലും രണ്ട് ചോദ്യവും ഉത്തരവും, അതിനുള്ള മറു ചോദ്യം, അതിനുള്ള ഉത്തരം, അങ്ങനെയുള്ളൊരു സംഭാഷണത്തെ ഭയക്കുന്ന ഒരു പുതിയ കാലത്താണ്. അതിൻ്റെ ഒരു ഉൽപ്പന്നം മാത്രമാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ നേരാം വണ്ണം മറുപടി പറയണം. സുരേഷ് ഗോപി മാത്രമല്ല, സുരേഷ് ഗോപി അടക്കമുള്ളവർ നേരാം വണ്ണം ചോദ്യോത്തരങ്ങൾക്ക് മുമ്പിൽ ഇരിക്കണം. റൈറ്റ്. സുരേഷ് ഗോപി മറുപടി പറയണ്ടേ എന്നാണ് ചോദ്യം. സുജയ, സുരേഷ് ഗോപി മറുപടി പറയണ്ടേ? മറുപടി പറയണമല്ലോ. കാരണം ചോദ്യങ്ങൾ, മറുപടികൾ കിട്ടുന്നതിന് വേണ്ടിയാണല്ലോ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ അത് മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴെല്ലാം മാധ്യമങ്ങളുടെ കൃത്യമായ അജണ്ട വെച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും സുരേഷ് ഗോപി മറുപടി പറയണം എന്ന ഒരു വ്യവസ്ഥയും എംപിക്കോ കേന്ദ്രമന്ത്രിക്കോ ഇതുവരെ നിഷ്കർഷിച്ച് നൽകിയിട്ടില്ല ഇന്ത്യൻ ഭരണഘടന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം എപ്പോൾ ചോദിച്ചാലും അപ്പോൾ മറുപടി പറയണം എന്ന ഒരു തിട്ടൂരം വെച്ച് മാധ്യമങ്ങൾ പെരുമാറുന്നതും ശരിയല്ല. കാരണം സുരേഷ് ഗോപിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന് പിന്നിലൊക്കെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. കാരണം കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ ഒരേ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ഒരു എംപിക്ക്, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിക്ക് നേരെ ഏറ്റവും അധികം ആക്രമണം നടന്നിട്ടുള്ളത്. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുമുണ്ട്. അതിനുശേഷം തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആഘാതം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അത് ഒരേപോലെ തന്നെ എല്ലാവരിലേക്കും അങ്ങോട്ട് സന്നിവേശിക്കപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. അതിന്റെ ഒരു അനുരണനങ്ങൾ ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ടും തുടരുന്നു എന്നതാണ് ഈ വേട്ടയാടലിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ സുരേഷ് ഗോപി മറുപടി പറയാതിരിക്കും അല്ലെങ്കിൽ മിണ്ടാതിരിക്കും, സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കിതിൽ നിന്ന് മനസ്സിലായത് മിണ്ടിയാലും കുറ്റം, മിണ്ടിയില്ലെങ്കിലും കുറ്റം. അപ്പോൾ പിന്നെ മിണ്ടാതിരുന്നേക്കാമെന്ന് ആ മനുഷ്യൻ തീരുമാനിച്ചതായിരിക്കും. കാരണം എന്ത് പറഞ്ഞാലും അത് ഒരു തലക്കെട്ടായി മാറും, എന്ത് പറഞ്ഞാലും അതൊരു വിവാദമാക്കി മാറ്റും. അതിനായി കാത്തിരിക്കുകയാണ്. കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്നത് അത് മൂല്യമുള്ള ഒരു പ്രോപ്പർട്ടിയായി മാറുകയാണ്. അപ്പോൾ സുരേഷ് ഗോപിയുടെ മുന്നിൽ മൈക്ക് വെക്കുക, സുരേഷ് ഗോപിയുടെ ചോദ്യം ചോദിക്കുക. ഇറിറ്റേറ്റഡ് ആയി കഴിയുമ്പോൾ, ഒരു മനുഷ്യൻ പരമാവധി ഇറിറ്റേറ്റഡ് ആയി കഴിയുമ്പോൾ തിരിച്ച് പറയുന്നതിനെ സുരേഷ് ഗോപി പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ടുള്ള ഒരു ശ്രമം തുടരുന്നുണ്ട്. പക്ഷേ അതിനിന്ന് സുരേഷ് ഗോപി വശംവദനായില്ല എന്നതാണ്. തിരുവനന്തപുരത്ത് ഇന്ന് പുലർച്ചെ വന്നിറങ്ങിയപ്പോൾ മുതൽ ഒരു മനുഷ്യന്റെ യാത്രയുടെ വേളയിൽ ഉടനീളം അയാളെ പിന്തുടർന്ന് വേട്ടയാടുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നിട്ടും അതിലൊന്നും ഇന്ന് സുരേഷ് ഗോപി പ്രകോപിതനായിട്ടില്ല. പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു മറുപടിയിലേക്കോ പൊട്ടിത്തെറിയിലേക്കോ പോയിട്ടില്ല എന്നതാണ് ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം നേരത്തെ ജിമ്മി ജെയിംസ് പറഞ്ഞത് ശരിയാണ്. പെട്ടെന്നുള്ള പ്രകോപനത്തിൽ അപ്പോൾ തന്നെ മറുപടി പറയുന്ന ഒരു സുരേഷ് ഗോപിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു സുരേഷ് ഗോപിയെ അല്ല ഇന്ന് കണ്ടത്. അങ്ങനെയുള്ള ഒരു സുരേഷ് ഗോപിയെ, പൊട്ടിത്തെറിക്കുന്ന, ആക്രോശിക്കുന്ന, സിനിമാ സ്റ്റൈലിൽ ഡയലോഗ് പറയുന്ന ഒരു സുരേഷ് ഗോപിയെ ആഗ്രഹിച്ചവർ നിരാശരായി എന്നതാണ്. അതെ. അപ്പോൾ ആ പൊട്ടിത്തെറി പ്രതീക്ഷിച്ച് ചെന്നവർ എന്തായാലും തിരിച്ച് പൊട്ടിത്തെറി ഇല്ലാതെ, പൊട്ടിത്തെറി പോയിട്ട് ഒരു മറുപടി പോലും കേൾക്കാതെ തിരിച്ചു പോരേണ്ടി വന്നു. അതിന്റെ നിരാശ എനിക്ക് മനസ്സിലാകും ശ്രീ ജിമ്മി ജെയിംസ്. അപ്പോൾ ഇതിൽ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ വിജയം, അതൊക്കെയാണല്ലോ ഇതിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ ചോദിച്ചാൽ മറുപടി പറയാൻ തയ്യാറായി തന്നെയാണ് സുരേഷ് ഗോപി ഇരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ വിജയം ചോദ്യം ചെയ്തുകൊണ്ടുള്ള പരാതികൾ അതിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് അത് പരിശോധിക്കുന്ന നിലയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടല്ലോ. VS സുനിൽകുമാറും K മുരളീധരനുമായിരുന്നു എതിർ സ്ഥാനാർത്ഥികൾ. അപ്പോൾ കോൺഗ്രസിനും CPIക്കും, അതായത് ഇടതുപക്ഷത്തിനും UDFനും ഒരേപോലെ തന്നെ ആ വിജയം ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വോട്ട് ചേർത്തിരിക്കുന്നു, വോട്ടപ്പട്ടികയിൽ ക്രമക്കേട് ഉണ്ടാക്കിയിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയമപ്രകാരം ചോദ്യം ചെയ്യാം. അതനുസരിച്ചിട്ടുള്ള ഫോർമാലിറ്റീസിലേക്ക് കടക്കാം. അതിൻ്റെയൊക്കെ ഒരു തുടക്കം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ സുരേഷ് ഗോപിയോട് വിശദീകരണം ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ഭാഗം
കേൾക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയും ഒക്കെയാണല്ലോ. ഉത്തരവാദിത്തപ്പെട്ടവർ ചോദിക്കുമ്പോൾ പറയാൻ അദ്ദേഹം തയ്യാറാണ്, മറുപടി പറയുകയും ചെയ്യും എന്നതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനി സഹായിച്ചതിന് നന്ദി പറഞ്ഞത്, സഹായമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ കേരളത്തിലെ 20 എംപിമാരുണ്ടെങ്കിലും ഒരേ ഒരു MP മാത്രമാണ് വിസിബിളായി നിൽക്കുന്നത്. വലിയ വോട്ടർ പട്ടിക ക്രമക്കേട് കണ്ടെത്തിയ പാവം അടൂർ പ്രകാശ് ഒക്കെ എവിടെയോ ആയി പോയിരിക്കുന്നു. അദ്ദേഹമാണെങ്കിൽ ആ വോട്ടർ പട്ടികയുടെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വോട്ടർ പട്ടികയിലെ വലിയ ക്രമക്കേട് തുറന്നു കാട്ടുകയും, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു ക്രൂസൈഡറായി രാഹുൽ ഗാന്ധിക്ക് മുമ്പേ ഇറങ്ങി പുറപ്പെട്ടത് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് തന്നെയാണ്. ചിട്ടയായ ഒരു പ്രവർത്തനം, അതുപോലെ തന്നെ വോട്ടർ പട്ടികയിലെ വോട്ട് ഇരട്ടിപ്പുകൾ തുടങ്ങി സകല ക്രമക്കേടുകളും. ആറ്റിങ്ങലാണ് മണ്ഡലം, അത് സമ്പത്തിന്റെ സിറ്റിംഗ് മണ്ഡലമായിരുന്നു. അവിടെയാണ് അടൂർ പ്രകാശ് ജയിച്ചു കയറിയത്. അവിടേക്ക് തെരഞ്ഞെടുപ്പിനായി വരുമ്പോൾ കൃത്യമായ ഒരു നല്ല ഇലക്ഷൻ മാനേജറായ അടൂർ പ്രകാശ് ആദ്യം തന്നെ ഈ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകളുണ്ടോ, എവിടെയാണ് തങ്ങൾക്ക് കിട്ടേണ്ട വോട്ടുകൾ ഇല്ലാതെ പോകുന്നത്, എങ്ങനെയാണ് അവിടെ ജയം തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ കൃത്യമായിട്ട് ഇന്ന് പഠിച്ചെന്നേ. അതാണ് ഒരു രാഷ്ട്രീയക്കാരൻ കൃത്യമായി ചെയ്യേണ്ട കാര്യം. അത് അടൂർ പ്രകാശ് ചെയ്തു. പക്ഷേ കെ മുരളീധരനോ അല്ലെങ്കിൽ അതിനു മുൻപ് MP ആയിരുന്നല്ലോ ടി എൻ പ്രതാപനിൽ നിന്ന് കെ മുരളീധരനിലേക്ക് സ്ഥാനാർത്ഥിത്വം മാറുമ്പോൾ കൃത്യമായി ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ അന്ന് എത്രത്തോളം സമയമെടുത്തു, തയ്യാറായി എന്നുള്ള കാര്യങ്ങളും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അടൂർ പ്രകാശ് പറയുമ്പോൾ അത് പ്രശ്നമല്ല. അത് അദ്ദേഹം പറഞ്ഞ വാചകം ആറ്റിങ്ങലിൽ കള്ളവോട്ട് കൊണ്ടാണ് ജയിച്ചു വന്നത് എന്ന വാചകമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു ചർച്ചയല്ല, അതിന്മേൽ തുടർ പ്രതികരണങ്ങൾ വേണ്ട. ഈ കൊച്ചിയിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചേർത്തതിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്, അല്ലെങ്കിൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒരേ കെട്ടിടത്തിൽ തന്നെയുള്ള വോട്ടുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ പക്ഷേ ജയിച്ചത് ഹൈബി ഈഡനാണ്. അതുകൊണ്ട് അവിടെ ചോദ്യമില്ല, കഥയിൽ ചോദ്യമില്ല. ചോദ്യമെല്ലാം സുരേഷ് ഗോപിക്ക് നേരെ മാത്രമാക്കി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൂടി ജനങ്ങൾ കണ്ടു തന്നെ പോകണം. അനധികൃത വോട്ടുകൾ കണ്ടെത്തിയത് ആ സ്ഥലങ്ങൾ, ഞാൻ മറ്റൊരു ഉദാഹരണത്തിലേക്ക് കൂടി ആദ്യം ഈ ലോക്സഭ എന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഇവിടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് 2019 കിട്ടിയത് 2,93,822 വോട്ടുകളാണ്. അത് 2024 ആകുമ്പോൾ ആ കഴിഞ്ഞ 5 വർഷവും സുരേഷ് ഗോപി തൃശ്ശൂരിൽ തന്നെയായിരുന്നു. ഞാൻ ഇന്ന് അവിടെയുള്ള നമ്മുടെ പ്രതിനിധിയോടക്കം കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നത്, സുരേഷ് ഗോപി 2019 മുതൽ തൃശ്ശൂരിൽ ആക്റ്റീവായി തന്നെയുണ്ട്, വന്നും പോയും അവിടെ തന്നെയുണ്ട്, തൃശ്ശൂരിൽ തന്നെയുണ്ട്. അവിടെ ഭാരത് ഹെറിറ്റേജിൽ താമസിക്കുന്നുണ്ട്. മുക്കാട്ടുകര സ്കൂളിലാണ് അദ്ദേഹം വോട്ട് ചെയ്തത്. കൃത്യമായി അദ്ദേഹത്തിന് വോട്ട് ചേർക്കുകയും തുടർച്ചയായ ഒരു പ്രവർത്തനം 5 വർഷം അവിടെ പ്രവർത്തിച്ചതുകൊണ്ടാണെന്നേ 2019 തോറ്റു. അത് കഴിഞ്ഞ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു. അല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് സുപ്രഭാതത്തിൽ വന്നിട്ട് വോട്ടർമാരെ എല്ലാവരെയും പലയിടത്തു നിന്നുകൊണ്ട് കൂട്ടിച്ചേർത്തിട്ട് പെട്ടെന്ന് സിനിമാ സ്റ്റൈലിൽ ജയിച്ചു പോവുകയല്ല ചെയ്തത്. പണിയെടുത്താൽ വിജയമുണ്ടാകും. ആ പണിയെടുക്കാൻ തയ്യാറാകണം. ഇല്ല എങ്കിൽ UDF സീറ്റ് കൊണ്ടുപോകുന്നത് നോക്കി കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. അതാണ് ഇടതുപക്ഷത്തിന് സംഭവിച്ചത്. ഇവിടെ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വോട്ടുകൾ കൂടുതലായി അപ്പുറത്തു നിന്ന് കൊണ്ടുവന്നു എന്നുള്ളതാണല്ലോ. ഇത് തെരഞ്ഞെടുപ്പ് വിജയം വന്ന സമയത്ത് തന്നെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. അന്ന് കോൺഗ്രസിന് പോയ വോട്ടുകളെ പറ്റി കൃത്യമായി പറഞ്ഞത് ഇടതുപക്ഷമാണ്. CPMന്റെ വിലയിരുത്തൽ ഞാൻ കോട്ട് ചെയ്യുകയാണ്. CPMന്റെ വിലയിരുത്തൽ അനുസരിച്ച് കോൺഗ്രസിന് 2019 കിട്ടിയത് 4,15,089 വോട്ടുകളാണ്. 2024 ആകുമ്പോഴേക്കും അത് താഴേക്ക് കൂപ്പുകുത്തി 3,28,124 ലാൻഡ് ചെയ്യുന്നു. അതേസമയം ഇടതുപക്ഷത്തിന്റെ വോട്ടിൽ കാര്യമായ ചോർച്ചയുണ്ടായിട്ടില്ല, കൂടുകയാണ് ചെയ്തത്. 3,21,456 നിന്ന് 3,37,652 എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ വോട്ട് എങ്ങോട്ടാണ് പോയത്, ക്രോസ് വോട്ടിംഗ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് നടന്നത്, അത് കൃത്യമായി CPIM വിലയിരുത്തിയതാണ്. അതുകൊണ്ടാണ് CPIM ഇതിനകത്ത് വലിയ വള്ളി പിടിക്കാൻ വരാത്തത്. CPIയുടെ VS സുനിൽകുമാറിന്റെ ഈ ആരോപണം അവിടെ നിൽക്കുമ്പോഴും അതിന്മേൽ CPIMോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അങ്ങനെ ആരും തന്നെ ഇതിൽ ഇടപെട്ട് വലിയ രീതിയിൽ അഭിപ്രായം പറയാൻ വരാത്തത്. CPIMന്റെ സംസ്ഥാന സമ്മേളനത്തിലടക്കം വിലയിരുത്തിയ ആ രേഖയിൽ തന്നെയുണ്ട്. ഹിന്ദു വോട്ടുകൾ എങ്ങനെ പോയി, കോൺഗ്രസ് വോട്ടുകൾ തൃശ്ശൂരിൽ എങ്ങോട്ട് പോയി, അതൊക്കെ അവർ വിലയിരുത്തിയ കാര്യമാണ്. ഇവിടെ ഇനി സുരേഷ് ഗോപിയുടെ കുടുംബം, ഡ്രൈവർ അടക്കമുള്ള അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ പരിചയക്കാർ അല്ലെങ്കിൽ അദ്ദേഹത്തോട് താല്പര്യമുള്ള ആളുകൾ ആരൊക്കെ ആയാലും അവരെല്ലാവരും അവിടെ വന്നങ്ങ് വോട്ട് ചേർത്തു. അവിടെ ഒരു അഡ്രസ്സിൽ വോട്ട് ചേർക്കുന്നു, അല്ലെങ്കിൽ അവിടേക്ക് അവർ താമസം മാറി വരുന്നു, എന്നിട്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നു. ഇതാണല്ലോ നിങ്ങൾ ആരോപിക്കുന്ന കാര്യം. പക്ഷേ അവർ വേറെ എവിടെയെങ്കിലും പോയി, അതായത് ആറ്റിങ്ങലിൽ പോയി വി മുരളീധരന് വോട്ട് ചെയ്തിട്ടില്ല. അവർ വോട്ട് ചെയ്തത് തൃശ്ശൂരിൽ മാത്രമാണ്. ജനപ്രാതിനിധ്യ നിയമ ലംഘനമാകണമെന്നുണ്ടെങ്കിൽ ഒന്നിലധികം മണ്ഡലങ്ങളിൽ ഒരേ സമയം വോട്ടർ പട്ടികയിൽ ഉണ്ടാവുകയും അവിടെ പോയി വോട്ട് ചെയ്യുകയും വേണം. എന്നാലേ അത് കള്ളവോട്ടാവുകയുള്ളൂ. 2 സ്ഥലത്ത് വോട്ട് ചെയ്തിട്ടില്ല, ഒരു സ്ഥലത്ത് വന്ന് വോട്ട് ചേർക്കുന്നു, അവിടെ കൃത്യമായിട്ട് അവർ വോട്ട് ചെയ്യുന്നു. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ നിയമപരമായി എങ്ങനെ നീങ്ങാൻ കഴിയും? അതാണ് നിയമോപദേശം കമ്മീഷൻ തേടിയിരിക്കുന്നത്. കാരണം പ്രാഥമികമായി ഇതിൽ കണ്ടെത്താൻ കഴിയുന്ന ചട്ടലംഘനം എന്താണ് എന്നതിലൊരു അവ്യക്തത ഉള്ളത് കൊണ്ടാണ് രത്തൻ ഖേൽക്കർ അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ തൃശ്ശൂരിലെ പോലെ തന്നെ എൻ്റെ അഭിപ്രായം എല്ലാ വാർഡുകളിലും കേരളത്തിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണല്ലോ. ഈ വോട്ട് ചേർക്കുന്ന സുരേഷ് ഗോപി വോട്ട് ചേർത്ത് ജയിച്ചു. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എല്ലാ വാർഡുകളിലും മുഖ്യമന്ത്രി തന്നെ അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം. കേരളത്തിലെ എല്ലാ വാർഡുകളിലും തദ്ദേശ വോട്ടെടുപ്പ് നടക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ വാർഡുകളിലെയും വോട്ടർ പട്ടിക പരിശോധിച്ചുകൊണ്ട് അതിലെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു കാര്യം, അത് കോഴിക്കോട്ട് നിന്നാണ്. സംസ്ഥാന വ്യാപകമായി എന്തോ മുഖ്യമന്ത്രി അല്ലല്ലോ,
അല്ല, മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് വിഷയത്തിലൊന്നും കമ്മീഷനിലല്ലേ പറഞ്ഞു ഉള്ളത്? കണ്ടില്ല PR സുനിൽ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി കുറ്റം പറഞ്ഞതല്ല, അദ്ദേഹത്തിന് ഇടപെടാമല്ലോ. ഇതുപോലൊരു വലിയ വിഷയം കേരളത്തിൽ നടക്കുകയല്ലേ. സുരേഷ് ഗോപിയുടെ അടുത്ത് മൈക്ക് വെക്കുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ അടുത്ത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒന്ന് മൈക്ക് വെച്ചിട്ട് പറയൂ 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 എന്നൊന്ന് പറയാൻ തയ്യാറാകണം. അങ്ങനെയല്ലേ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തനം. അപ്പോൾ മറുപടി മുഖ്യമന്ത്രി അങ്ങനെ സുരേഷ് വോട്ട് ഗോപി ചേർത്തതായി കണ്ടില്ല, ആ. അതുകൊണ്ടാണ്. അല്ല, ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണോ കള്ളവോട്ട്? മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം സാർ. എല്ലായിടത്തും പരിശോധിക്കണം. ധർമ്മടത്തും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലും ഒക്കെ പരിശോധിക്കണം. അപ്പോൾ കള്ളി പുറത്തു വരും. അതാണ്, ആരും പരിശോധിക്കില്ല, സുരേഷ് ഗോപിയുടെ മാത്രമാണ്. പരിശോധിക്കണമെന്നേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കട്ടെ. അല്ലാതെ സുരേഷ് ഗോപിയെ മാത്രം ഫോക്കസ് ചെയ്യാതെ. PR സുനിൽ ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. മുഖ്യമന്ത്രിക്ക് എന്താ റോളെന്നാ ചോദിച്ചത്? മുഖ്യമന്ത്രിക്ക് റോളില്ല. മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ ഒരു റോളുമില്ല എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല, എന്റെ അഭിപ്രായമല്ല. മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ റോളില്ല എന്ന് പരിശോധിക്കാൻ മുഖ്യമന്ത്രിക്ക് എന്താണ് റോൾ? വോട്ടർ പട്ടിക പരിശോധിക്കുന്നതിലല്ല, ഇവിടെ തൃശ്ശൂരിൽ മാത്രമല്ല എല്ലായിടത്തും ഇങ്ങനെ ഒരു പരിശോധന നടക്കേണ്ടതുണ്ട് എന്നൊരു തീരുമാനം അദ്ദേഹത്തിന് എടുക്കാമല്ലോ. അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി മുഖ്യമന്ത്രി എന്ന പോർട്ട്ഫോളിയോയിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഒരു മുഖ്യമന്ത്രിക്ക് ഞാൻ ചോദിക്കട്ടെ, സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി, ഞാൻ നിങ്ങളുടെ മഹാദേവപുരയിലേക്ക് തിരിച്ചു വരാം. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ 16-ാം തീയതി നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം എന്നതാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ VS സുനിൽകുമാർ അദ്ദേഹത്തിന്റെ മുന്നണിയുടെ മുഖ്യമന്ത്രിയോട് പറയണമെന്നേ, ഇക്കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടക്കണം, അത് പ്രഖ്യാപിക്കാൻ ഒരു മന്ത്രിസഭാ യോഗം വിളിക്കണമെന്നേ. അതിനായിട്ട് പ്രത്യേക ക്യാബിനറ്റ് ചേരട്ടെ. CPIയുടെ 4 മന്ത്രിമാരുണ്ടല്ലോ, CPIയുടെ ഒരു സിറ്റിംഗ് സീറ്റല്ലേ സോക്കോൾഡ് സുനിൽകുമാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സുരേഷ് ഗോപി അങ്ങ് കൊണ്ടുപോയത്. സിറ്റിംഗ് സീറ്റല്ല, കിട്ടേണ്ട സീറ്റാണല്ലോ കൊണ്ടുപോയത്. മുരളീധരൻ എന്തായാലും തോറ്റുപോയി. മുരളീധരന് തോറ്റുപോയതിന്റെ കാരണങ്ങളൊക്കെ കുറേയൊക്കെ ഒരു വ്യക്തതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ VS സുനിൽകുമാർ ജയിക്കുമായിരുന്നു എന്നതാണല്ലോ പറഞ്ഞു വെക്കുന്നത്. ഇനി ഇതിലേക്ക് വരാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി CPM നടത്തുന്ന നീക്കങ്ങളെ കുറിച്ചുള്ള വാർത്ത കൂടി ഇന്ന് പുറത്തു വന്നല്ലോ. അതേക്കുറിച്ച് ചർച്ച ചെയ്യില്ല, കാരണം സുരേഷ് ഗോപിയെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്യേണ്ടത്. UDFന്റെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കൾ ആരോപണം ഉന്നയിച്ചതാണ്. ഒന്നിലധികം വോട്ടുള്ള നിരവധി ID കാർഡ് നമ്പറുകൾ പുറത്തുവിട്ടതാണ്. ഒരേ വീട്ടു നമ്പറിൽ 100 കണക്കിന് വോട്ടുകൾ, അത് പല വാർഡുകളിലും ഡിവിഷനുകളിലുമായി പല ഭാഗത്തായി കൊണ്ടുവന്നിരിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ മൂന്നാലിങ്കൽ വാർഡിലെ ഒരു കെട്ടിട നമ്പർ പരിശോധിക്കാനായിട്ട് അവിടുത്തെ കൗൺസിലർമാർ പോയി കേട്ടോ. പോയപ്പോൾ അങ്ങനെ ഒരു കെട്ടിടം തന്നെയില്ല. മഹാദേവപുരയിലല്ല, UPയിലല്ല, കേരളത്തിലാണ്, ഇടതുപക്ഷം ഭരിക്കുന്ന കോർപ്പറേഷനിലാണ്. അത് കണ്ടെത്തിയിരിക്കുന്നത് ലീഗാണ്. കോഴിക്കോട് കോർപ്പറേഷൻ മുസ്ലിം ലീഗ്. ഞാൻ പറയട്ടെ സുനിലെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ സുനിലെ, ഇടതുപക്ഷം ഭരിക്കുന്ന കോർപ്പറേഷനാണ്. ഞാൻ പറയട്ടെ, വോട്ട് ചേർത്തത് ആരാണ്? ഇടയ്ക്ക് കയറണ്ട PR സുനിൽ, ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. താങ്കൾക്ക് അസ്വസ്ഥത ഉണ്ടാകുമെന്നേ, ഇടതുപക്ഷത്തിന്റെ കള്ളത്തരം പുറത്തേക്ക് വരികയാണല്ലോ. മുസ്ലിം ലീഗ് പുറത്തുവിട്ട പട്ടികയിൽ മാറാട് ഡിവിഷനിലെ 49/49 എന്ന വീട് നമ്പർ, ആ വീട്ടു നമ്പറിൽ 327 വോട്ടർമാരുണ്ട്. അങ്ങനെ അന്വേഷിച്ചു ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇരട്ട വോട്ടുണ്ട്. കിട്ടുന്ന നമ്പർ ഇത്രയധികം വോട്ടർമാർ വരുന്നത് അസ്വാഭാവികമാണ്. ഇത് അനിത അരക്കിണർ, ഇതാണ് ആ വീട്ടുടമയുടെ അഡ്രസ് എന്ന് പറയുന്നത്. കൊമേഴ്സ്യൽ ആവശ്യത്തിന് ഷോപ്പ് റൂമായി നൽകിയതാണ് എന്ന് പിന്നീടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തുന്നു. CPIMന്റെ നേതൃത്വത്തിലുള്ള സർവീസ് സഹകരണ ബാങ്കിന് കൊടുത്ത കെട്ടിടമാണ് എന്നതും തെളിയുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് CPIM ആണെങ്കിൽ അതിന്മേൽ ചർച്ചയില്ല, അന്വേഷണമില്ല. ഇടതുപക്ഷം ചേർക്കുന്ന വോട്ടുകളെ കുറിച്ച് ഒന്നും പറയാനുമില്ല. സുരേഷ് ഗോപി ആണെങ്കിൽ സുരേഷ് ഗോപിയുടെ മെക്കിട്ട് കയറിക്കൊണ്ടേയിരിക്കണം. ഇനി പാർട്ട് 7 റെയിൽവേ കോളനി, വ്യത്യസ്ത ക്രമനമ്പറുകളിൽ അവിടെ വോട്ട് കിടക്കുകയാണ്. വർഷങ്ങളായിട്ട് ഈ റെയിൽ കോളനി എന്ന് പറയുന്ന വിലാസത്തിൽ താമസക്കാരേയില്ല. കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള വോട്ടുകൾ ക്രമനമ്പറായി വരികയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിഹരിക്കേണ്ടേ? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വരാൻ പോകുന്നത്. ഇതിലൊന്നും പരിഹരിക്കേണ്ട ആവശ്യവുമില്ല. ഇതേക്കുറിച്ചൊന്നും പറയാൻ ഇടതുപക്ഷത്തിന് ഒരു തരത്തിലുള്ള ഒരു മറുപടിയുമില്ല. MK മുനീർ വളരെ വൃത്തിയായി തന്നെ ഇക്കാര്യത്തിൽ പറഞ്ഞല്ലോ. അപ്പോൾ ഈ വോട്ട് ചേർക്കുന്ന പരിപാടിയൊക്കെ കുറെ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഞങ്ങൾ ചെയ്യുന്നത് പോലെ സുരേഷ് ഗോപിയും ചെയ്തു എന്ന് സ്ഥാപിക്കാൻ നോക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഞാനൊന്ന് പറയട്ടെ, ഇനി സുരേഷ് ഗോപിയെ നിങ്ങൾ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടേയിരുന്നോ? ആ പരിഹസിക്കുന്നവരും K കരുണാകരന്റെ പോലെ തന്നെയുള്ള ഒരു ജനുസാണ് സുരേഷ് ഗോപി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പരിഹാസത്തിലൂടെ സുരേഷ് ഗോപിക്ക് എന്തായാലും ഊർജ്ജം കൂടത്തേ ഉള്ളൂ. അതനുസരിച്ചുകൊണ്ടുള്ള കൃത്യമായ പ്രവർത്തനങ്ങൾ തൃശ്ശൂരിന് വേണ്ടി അതുപോലെ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്നലെ CPIMന്റെ ഓഫീസിന് മുന്നിൽ നടന്ന സംഘർഷം പോലും ശരിക്കും താങ്ക്സ് ടു CPM അത് സുരേഷ് ഗോപിക്ക് ഒരു സോഫ്റ്റ് ലാൻഡിംഗ് ആയി മാറിക്കഴിഞ്ഞു തൃശ്ശൂരിൽ എന്നതാണ്. കാരണം പരിക്കേറ്റ പ്രവർത്തകരെ സന്ദർശിക്കുന്നതിനായി ചിങ്ങ 1 വരാനിരുന്നാണ് സുരേഷ് ഗോപി കേരളത്തിലേക്ക്. അത് ഇത്രയും നേരത്തെയാക്കി ഇന്ന് കൃത്യമായിട്ട് വരാൻ സാധിച്ചു. അവിടെ പോയി പ്രവർത്തകരെ കാണാൻ കഴിഞ്ഞു. സ്വന്തം ഓഫീസ് ആക്രമിക്കപ്പെട്ടപ്പോൾ ആ ഓഫീസിലെത്തി, ആരോടും ഒരു പരാതിയുമില്ല, പരിഭവമില്ല. അത് കഴിഞ്ഞ് തിരിച്ചു പോയത് അങ്ങോട്ട് അങ്കമാലിയിലെ പ്രീതി സിസ്റ്ററിന്റെ വീട്ടിലേക്ക്. അവിടെ ചെന്നു, അവരെ കണ്ടു. അത് കഴിഞ്ഞിട്ട് കോതമംഗലത്ത് ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നു, ആ കുടുംബാംഗങ്ങളെ കാണുന്നു. അപ്പോൾ ഗ്രീവൻസ് എവിടെയുണ്ടോ അവിടെ എത്തുന്നുണ്ട്, അവരെ സഹായിക്കുന്നുണ്ട് സുരേഷ് ഗോപി. അപ്പോൾ റവന്യൂ മന്ത്രി K രാജന്റെ ജില്ലയാണ്. ആ ജില്ലയിൽ ജോയിന്റ് കൗൺസിലും NGO യൂണിയനും ഒന്നും അറിയാതെയാണ് ഈ തിരിമറി നടന്നതെന്ന് കരുതാൻ കഴിയില്ല. BLOമാർ എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഈ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഡോക്ടർ അരുൺ. ഇവിടെ 1280 ബൂത്തുകൾ ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. അതിൽ ഓരോ ബൂത്തിലും ഓരോ BLO എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിൽ ആ കാര്യങ്ങളൊന്നും എന്തുകൊണ്ടാണ് ഈ വോട്ടർ പട്ടിക
തയ്യാറാക്കുന്ന വേളയിൽ കരട് പട്ടിക, അതിനുശേഷമുള്ള പരിശോധന, ഇതിലൊന്നും ഈ BLOമാർക്ക് ഒരു ക്രമക്കേടും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെയൊക്കെ മാറ്റുകയാണ് ചെയ്യേണ്ടത്. ജോയിന്റ് കൗൺസിലിന്റെയും അതുപോലെ NG യൂണിയന്റെ ആളുകളൊക്കെ കൂടെ സുരേഷ് ഗോപിക്ക് ഈ വോട്ടെല്ലാം ചേർക്കാൻ കൂട്ടു നിൽക്കുകയായിരുന്നു എന്നാണോ VS സുനിൽകുമാറിന്റെ വാദം നമ്മൾ അംഗീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടി വരുന്നത് ഇവിടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ അടിത്തറയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ കല്ലെറിയും തോറും കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയുള്ളൂ. ഇതാണ് എന്റെ ടേക്ക്. ഓക്കെ, ഒറ്റ ചോദ്യം എനിക്ക്. ഈ തട്ടിപ്പ് നടത്തിയ വോട്ടർ പട്ടിക ഡ്രാഫ്റ്റ് വോട്ടർ പട്ടികയാണോ അന്തിമ വോട്ടർ പട്ടികയായിരുന്നോ? മനസ്സിലായില്ല. ഇപ്പൊ പറഞ്ഞല്ലോ, കരട് വോട്ടർ പട്ടികയിൽ ഈ തട്ടിപ്പ് കണ്ടപ്പോൾ എന്തുകൊണ്ട് BLOമാർ പരാതിപ്പെട്ടില്ല? ഈ തട്ടിപ്പ് നടന്നതായി നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന തൃശ്ശൂരിലെ വോട്ടർ പട്ടിക കരട് വോട്ടർ പട്ടികയായിരുന്നോ അന്തിമ വോട്ടർ പട്ടികയായിരുന്നോ? അത് അന്തിമ വോട്ടർ പട്ടികയായിരുന്നു. അന്തിമ വോട്ടർ പട്ടിക വന്നു കഴിഞ്ഞാൽ, ഒരു നിമിഷം, അന്തിമ വോട്ടർ പട്ടിക വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളക്ടറെ സമീപിക്കാം, പരാതി കൊടുക്കാം. കളക്ടറെ സമീപിച്ചു, പരാതി കൊടുത്തു. കളക്ടറുടെ മറുപടി വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ വോട്ട് ചെയ്തേ മതിയാവൂ. അതാണ് നിയമത്തിന്റെ ലൂപ്പ് ഹോൾ. ആ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വ്യാപകമായ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ശരി, ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടേ പോവുകയുള്ളൂ. ഇവിടെ താങ്കൾ പറഞ്ഞത് പൂങ്കുന്നം അയ്യന്തോൾ കേന്ദ്രീകരിച്ചുള്ള ബൂത്തുകളാണ്. റിപ്പോർട്ട് അടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങൾ കണ്ടെത്തിയത്, ആരോപണം ഉയർന്നത് പൂങ്കുന്നം അയ്യന്തോൾ കേന്ദ്രീകരിച്ചുള്ള ബൂത്തുകളിലാണ്. അവിടെ കോൺഗ്രസ് പോയി ചെക്ക് ചെയ്തതാണ്. എന്നിട്ട് കോൺഗ്രസിന്റെ തന്നെ പ്രതികരണം വന്നു, ഈ ചേർത്തിരിക്കുന്ന ആളുകളൊന്നും വോട്ട് ചെയ്തിട്ടില്ല എന്ന്. അന്തിമ വോട്ടർ പട്ടികയിൽ എങ്ങനെയാണ് വ്യാജ മേൽവിലാസത്തിൽ ആളുകൾ പെട്ടെന്ന് കടന്നുകൂടിയത്? വ്യാജ മേൽവിലാസത്തിൽ കടന്നുകൂടിയോ എന്നുള്ളത് കണ്ടെത്തേണ്ട സമയത്ത് കണ്ടെത്താതെ കണ്ടെത്തേണ്ടത് അന്തിമ പട്ടിക വന്നാൽ പിന്നെ അല്ല, അന്തിമ അല്ല, കരട് പട്ടികയിൽ അന്തിമ പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്താൽ എന്ത് ചെയ്യും? കണ്ടെത്തണമെന്നേ. കണ്ടെത്തി കൃത്യമായി അവർ വോട്ട് ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കണം. കോൺഗ്രസിന് അത് കഴിഞ്ഞല്ലോ. കോൺഗ്രസ് പറയുന്നുണ്ടല്ലോ, താങ്കൾ ഇല്ലാത്ത ഒരു കാര്യം ഇവര് വോട്ട് ചെയ്തോ? ഈ അയ്യന്തോൾ ബൂത്തിലെ ആൾക്കാർ ഒന്നും പൊളിഞ്ഞു പോയിട്ടില്ല. താങ്കളുടെ സുരേഷ് ഗോപിക്കെതിരെയുള്ള നുണക്കൊട്ടാരമാണ് ചീട്ടുകെട്ട് പോലെ തകർന്നു വീഴാൻ പോകുന്നത്. ഒരു നിമിഷം ഒന്ന് ശബ്ദമാവൂ. കള്ളം പറയുന്നത് അന്തിമ വോട്ടർ പട്ടികയാണോ കരട് വോട്ടർ പട്ടികയാണോ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം? താങ്കൾ പറയൂ. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സുരേഷ് ഗോപിയുടെ കാര്യമാണ്. താങ്കൾ ആശയക്കുഴപ്പം ഉണ്ടാക്കണം. സുരേഷ് ഗോപി മറുപടി പറയുന്നത് എന്തിനാണ്? താങ്കൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണ്. താങ്കളുടെ ആ തന്ത്രത്തിന് ഞാൻ തയ്യാറല്ല. സുരേഷ് ഗോപിയെ കുറിച്ച് പറയൂ. താങ്കളുടെ ചോദ്യം മറ്റൊരു കാര്യമാണോ കരട് വോട്ടർ പട്ടികയാണോ? ഇപ്പൊ പറഞ്ഞോ, മറുപടി പറഞ്ഞോ. താങ്കൾ അടുത്ത സെന്റൻസ് കൂടെ പറയൂ. താങ്കളുടെ റെഡിമെയ്ഡ് ആൻസർ പറയൂ. പട്ടികയിൽ BLOമാർ കണ്ടെത്തിയില്ല എന്നതല്ലേ നിങ്ങളുടെ കണ്ടെത്തിയിട്ടില്ല. കരട് വോട്ടർ പട്ടികയിലല്ല. BLOമാർ ചേർന്നാണ്. അങ്ങനെയാണെങ്കിൽ അന്തിമ വോട്ടർ പട്ടികയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? പട്ടികയാണോ അതല്ല കരട് വോട്ടർ പട്ടികയാണോ? ഞാൻ ചോദ്യം തട്ടിപ്പ് നടത്തിയത് കരട് വോട്ടർ പട്ടികയിലാണോ അന്തിമ വോട്ടർ പട്ടികയിലാണോ? അന്തിമ വോട്ടർ പട്ടികയിലെ തട്ടിപ്പ് ഞാൻ പറഞ്ഞു. അന്തിമ വോട്ടർ പട്ടികയിലാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം, അന്തിമ വോട്ടർ പട്ടികയിലാണെങ്കിൽ BLOമാർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പറയൂ. ശരിയാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. BLOമാർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. വടക്കാഞ്ചേരി കുറ്റൂരിലെ കോൺഗ്രസ് പ്രവർത്തകൻ അഭിജിത്തും അമ്പിളിയും കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ നമ്പർ പോലും വെക്കാതെ വോട്ട് ചെയ്ത് കള്ളവോട്ട് ഞാൻ ഉത്തരം പറയട്ടെ. കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റ് മിഥുൻ രണ്ടുപേരെയും വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അടുത്ത കള്ളവോട്ട് പറഞ്ഞുതരാം. പൂങ്കുന്നം ബാലസുബ്രഹ്മണ്യൻ അറിയാതെ അല്ലല്ല CPM ചെയ്ത കള്ളവോട്ടിനെ കുറിച്ച് പേരടങ്ങുന്ന കുടുംബം ഞാൻ പറയാലോ. CPMന്റെ കുടുംബം ഞാൻ പറയാം. കോൺഗ്രസ് നേതാവിന്റെ ഡ്രൈവറാണ് ഇതേപോലെ മേൽവിലാസം സൃഷ്ടിച്ചത്. കേരളത്തിലെ CPM നേതാവിന്റെ ഡ്രൈവറാണ് വ്യാജമേൽവിലാസം. പറയൂ. പൂങ്കുന്നം 14/483 അതാണ് വീട്ടു നമ്പർ. വീട്ടുടമ ബാലസുബ്രഹ്മണ്യൻ, പേര് താങ്കൾക്ക് പോയി അന്വേഷിക്കാം. വ്യാജരേഖയുണ്ടാക്കിയത് വേണുഗോപാൽ, ഭാര്യ ലീന വേണുഗോപാൽ. പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിൽ കള്ളവോട്ട് ചെയ്തു. അത് കൃത്യമായി തെളിയിക്കപ്പെടുകയാണ്. ഡ്രൈവർ എല്ലാവർക്കും ഡ്രൈവർ ആകാം. ഡ്രൈവറുടെ പേര് S അജയ്കുമാർ. ഇനി എന്റെ ഊഴം, ഇനി ഞാൻ പറഞ്ഞു നിർത്തും. സുരേഷ് ഗോപിയുടെ ഡ്രൈവറുടെ പേര് S അജയ്കുമാർ. സ്ഥലം ശാസ്തമംഗലം. വോട്ട് രേഖപ്പെടുത്താൻ വന്ന സ്ഥലം പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജിലെ അപ്പാർട്ട്മെന്റ് 4C. അങ്ങനെ ഒരു മേൽവിലാസത്തിൽ അജയ്കുമാർ എന്നൊരാളില്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയത് ആ ഫ്ളാറ്റിന്റെ ഉടമ. ഒരു സ്ഥാനാർത്ഥിയുടെ ഡ്രൈവർ തന്നെ വ്യാജ മേൽവിലാസത്തിൽ വോട്ട് ചേർക്കാൻ വരുന്നതിന് ന്യായീകരണം എന്ത്? ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2, സഹോദരൻ്റെ പേര് സുഭാഷ് ഗോപി, ഭാര്യ റാണി.
ഇരവിപുരത്താണ് ഇവരുടെ രണ്ടുപേരുടെയും വോട്ട്. അവിടെ വിജ്ഞാൻ ഭവൻ ബൂത്തിലാണ് ഇവരുടെ രണ്ടുപേരുടെയും വോട്ട്. 6 മാസം ഒരു മണ്ഡലത്തിൽ സ്ഥിരതാമസമായിരിക്കണം എന്നുള്ളതാണ് ചട്ടം. ഹബിച്വലായിട്ടുള്ള പെർമനൻ്റ് ആയിട്ടിരിക്കുന്ന റെസിഡൻ്റ് ആവണം ആ മണ്ഡലത്തിൽ എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഒക്കെ ഉത്തരവ്. ആ ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ട് സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിയും ഭാര്യ റാണിയും ഇരവിപുരത്തെ വിജ്ഞാൻ ഭവനിൽ ബൂത്തിലെ വോട്ടുണ്ടായിരുന്ന ഇവർ രണ്ടുപേരും BJP നേതാവ് ഭാരത് ഹെറിറ്റേജിലെ 115ാമത്തെ ബൂത്തിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തിയതിൻ്റെ ന്യായീകരണം എന്ത്? ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 3. വിചാരകേന്ദ്രത്തിൻ്റെ തൃശ്ശൂർ മേഖലാ സെക്രട്ടറി, ചെറിയ പുള്ളിയൊന്നുമല്ല കേട്ടോ, RSSൻ്റെ സൈദ്ധാന്തികനാണ്. ആ വിചാരകേന്ദ്രത്തിൻ്റെ തൃശ്ശൂർ മേഖലാ സെക്രട്ടറി ഷാജി വരവൂര് ഫാമിലി സഹിതം ആലത്തൂർ 8ാം വാർഡിൽ വോട്ടുണ്ടായിരുന്ന രണ്ടുപേരും പൂങ്കുന്നത്തെ ഇൻലാൻഡ് ഉദയ അപ്പാർട്ട്മെൻറ്റിലെത്തി പേര് ചേർക്കുകയും പിന്നീട് അതേസമയം ഒരേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 2 വോട്ടർ പട്ടികയിൽ പേരുണ്ടാവുകയും പിന്നീട് തിരിച്ച് ആലത്തൂരിൽ പോയി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. ആ സമയം തൃശ്ശൂരിലും വോട്ട് രേഖപ്പെടുത്താനുള്ള വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇതേ ഷാജി വരവൂർ. ന്യായീകരണം എന്ത്? ക്വസ്റ്റ്യൻ നമ്പർ 3. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 4. അനുയായിയായ ബിജു പുളിക്കൻകണ്ടത്ത് ഭാര്യ സഹിതം പാലായിൽ നിന്ന് വന്നിട്ട് തൃശ്ശൂരിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തി പോയി. ഇവർ ആരും തന്നെ തൃശ്ശൂർ മണ്ഡലത്തിലെ ഹബിച്വലായ പെർമനൻ്റ് റെസിഡൻസ് അല്ല. എൻ്റെ ആദ്യത്തെ ചോദ്യം അതാണ്. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് ആൾക്ക് വോട്ട് ചെയ്യാനുള്ള എല്ലാ അവകാശവും ഇന്ത്യ രാജ്യത്തുണ്ട്. പക്ഷേ അതിനൊരു ക്ലോസ് ഉണ്ട്. ഞാൻ ആ ക്ലോസ് പറയാം. ഗുവാഹട്ടി ഹൈക്കോടതിയുടെ ഉത്തരവാണ്. ഗുവാഹട്ടി ഹൈക്കോടതി 1999 ഇലക്ഷൻ കമ്മീഷൻ വേഴ്സസ് മൻമോഹൻ സിംഗ് എന്ന കേസിൽ പറഞ്ഞിരിക്കുന്ന സുപ്രധാനമായ വിധിന്യായമുണ്ട്. ആ വിധിന്യായത്തിലൊരു വാചകം ഇതാണ്: ഓർഡിനറി റെസിഡൻറ്റ് ഷാൾ മീൻ എ ഹാബിച്വൽ റെസിഡൻറ്റ് ഓഫ് ദാറ്റ് പ്ലേസ്. എ ഹാബിച്വൽ റെസിഡൻറ്റ് ഓഫ് ദാറ്റ് പ്ലേസ്. It must be permanent in character and not temporary or casual. സ്ഥിരമായിരിക്കണം, താൽക്കാലികമാകാൻ പാടില്ല, കാഷ്വൽ ആവാൻ പാടില്ല. It must be a place where the person has the intention to dwell permanently. അവിടെ സ്ഥിരതാമസം ഉണ്ടാക്കണമെന്ന് അല്ലെങ്കിൽ സ്ഥിരതാമസിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി താമസിക്കുന്ന ആളായിരിക്കണം. സുരേഷ് ഗോപിയുടെ 11 പേരടങ്ങുന്ന കുടുംബമോ, സുരേഷ് ഗോപിയുടെ ഡ്രൈവറോ, സുരേഷ് ഗോപിയുടെ അനുയായിയായ ബിജു പുളിക്കൻകണ്ടത്തിലോ, ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ തൃശ്ശൂർ മേഖലാ സെക്രട്ടറിയെ ഷാജി വരവൂരോ കുടുംബമോ ഇവരുടെ കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ ആരും ഈ ക്ലോസിൽ പെടുന്നവരല്ല, പെർമനൻ്റായ റെസിഡൻസ് അല്ല. ഇത് കൂടാതെയാണ് വ്യാജ മേൽവിലാസം സൃഷ്ടിച്ച് അന്തിമ വോട്ടർ പട്ടികയിൽ ഇടം നേടിയ ആളുകളുടെ ലിസ്റ്റുകളുള്ളത്. ഇതിൻ്റെ ന്യായീകരണം എന്ത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതിന് സുരേഷ് ഗോപി മറുപടി പറഞ്ഞേ മതിയാകൂ. കാരണം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾ സുരേഷ് ഗോപിയുടെ മുന്നിലാണ് നമ്മൾ വെക്കുന്നത്. സുരേഷ് ഗോപിയുടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി ആക്രമിക്കുന്നു എന്ന് തോന്നുന്നതിൻ്റെ കാരണം ആക്രമിക്കപ്പെടാൻ നിങ്ങളിൽ എന്തോ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. സുരേഷ് ഗോപി ഇതേപോലെ പൂരം കലക്കലിൻ്റെ വിഷയത്തിൽ മാധ്യമങ്ങൾ പലപ്പോഴായി ചോദ്യം ചോദിച്ചില്ലേ? അന്ന് സുരേഷ് ഗോപി നമ്മളുടെ മുന്നിൽ പറഞ്ഞത് പച്ചക്കള്ളമല്ലേ? എന്താ സുരേഷ് ഗോപി പറഞ്ഞത്? ഞാൻ ആംബുലൻസിൽ ഈ പറയുന്ന സ്ഥലത്തേക്ക് വന്നിട്ടില്ല എന്നല്ലേ സുരേഷ് ഗോപി പറഞ്ഞത്? ഒടുവിൽ റിപ്പോർട്ടർ ആ ദൃശ്യസഹിതം സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്ന് കയറുന്നത് കാണിക്കുമ്പോൾ സുരേഷ് ഗോപി എന്താ മറുപടി പറയുന്നത്? കാറിൽ വന്നിറങ്ങിയ താൻ കാലുവയ്യാത്തത് കൊണ്ട് സേവാഭാരതി ആംബുലൻസിൽ കയറി പൂരപ്പറമ്പിലേക്ക് വന്നു എന്നല്ലേ നമ്മൾ കണ്ടതല്ലേ? മാധ്യമങ്ങളോട് ഉത്തരം പറയാതെ പോകുന്ന സുരേഷ് ഗോപി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ആ ഉത്തരം പറഞ്ഞേ മതിയാവൂ. കാരണം അങ്ങേ നമ്മൾ കണക്കാക്കുന്നത് കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിലും ജനപ്രതിനിധി എന്ന നിലയിലും മാത്രമല്ല, ഒരു ഇന്ത്യ രാജ്യത്തെ ഉത്തമനായ ഒരു പൗരൻ എന്ന നിലയ്ക്കാണ്. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ആര് ശ്രമം നടത്തിയാലും അതിന് താങ്കൾ അറിയാത്ത താങ്കളുടെ പാർട്ടി നടത്തിയാലും ഇന്ന് അങ്ങനെയാണല്ലോ വിശദീകരിച്ചത്. സുരേഷ് ഗോപി എന്തറിഞ്ഞു? ഞങ്ങളല്ലേ ഇത് ചെയ്തത് എന്നാണ് പാർട്ടിയുടെ മുൻ അധ്യക്ഷൻ പറഞ്ഞത്. വീണ്ടും പറയുകയാണ്, 2029-ലും 34-ലും ഒക്കെ ഇതേപോലെ വോട്ടുകൾ കൂട്ടിച്ചേർക്കും. അങ്ങനെ കഴിയില്ല സാർ. അതാണ് ഞാനിവിടെ ഉദ്ധരിച്ച 1999-ലെ ഇലക്ഷൻ കമ്മീഷൻ വേഴ്സസ് മൻമോഹൻ സിംഗ് കേസിലെ ഗുവാഹട്ടി ഹൈക്കോടതിയുടെ ഉത്തരവ്. പെർമനൻ്റായ റെസിഡൻസ് ആണോ എന്നുള്ളതാണ് ചോദ്യം. സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളിൽ 11 പേരും തൃശ്ശൂർ മണ്ഡലത്തിലെ ഹബിച്വലായ പെർമനൻ്റായ റെസിഡൻസ് ആണോ സുജയ? ആൻഡ് അനദർ ക്വസ്റ്റ്യൻ നമ്പർ 2. ഇപ്പോൾ ഇതേ സുരേഷ് ഗോപിയുടെ കുടുംബത്തിൻ്റെ വോട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എവിടെയാണെന്നറിയാമോ സുജയ? തൃശ്ശൂർ കോർപ്പറേഷൻ വോട്ട് ചെയ്യാൻ സുരേഷ് ഗോപിയുടെ കുടുംബം ഇല്ല. അവരുടെ പേര് കിടക്കുന്നത് വട്ടിയൂർക്കാവിൽ ശാസ്തമംഗലത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയിലാണ്. ലോക്സഭയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശ്ശൂരിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തും. അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് ശാസ്തമംഗലത്തേക്ക് പോകും. പക്ഷെ ഒരു പ്രശ്നം, ഒരു അബദ്ധം സംഭവിച്ചു.
ലോക്സഭയിൽ നിന്ന് ആ പേര് മാറ്റണമായിരുന്നു. തദ്ദേശ പട്ടികയിൽ വോട്ടർ പട്ടികയിൽ നിന്നുള്ള പേര് നീക്കം ചെയ്യാതെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ സുരേഷ് ഗോപിയുടെ കുടുംബമടക്കം ഇടം പിടിച്ചിരിക്കുന്നത്. ഇതൊന്നും അല്ലെന്ന് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം. ഇലക്ഷൻ കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സുജയുടെ സമയത്ത് ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ സുജയ്ക്ക് സമയം വഴങ്ങും ഞാൻ പറഞ്ഞതിന് ശേഷം. ഇലക്ഷൻ കമ്മീഷൻ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പിന്റെ ചിത്രം ഇന്ന് രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായിട്ടല്ലേ കാണിച്ചത്. എന്താ, ബീഹാറിലെ SIRന്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന്റെ ഭാഗമായിട്ട് 7 പേര് മരിച്ചതായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. ആ 7 മരിച്ച വോട്ടർമാരെ ഇന്ന് രാഹുൽ ഗാന്ധി നേരിട്ട് കൊണ്ടുവന്ന് ചായ കുടിച്ചു. സുരേഷ് ഗോപി രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഡെഡ് പീപ്പിളുമായി ഒരു ചായ കുടിക്കുന്നതെന്നാണ് പറഞ്ഞത്. നാണമില്ലേ എന്ന് നമുക്ക് ചോദിക്കാനുള്ളൂ. ഒരൊറ്റ കാര്യം ഈ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരായി കണക്കാക്കി ഇലക്ടറൽ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യും. അതങ്ങ് ബീഹാറിൽ. ഇവിടെ ശാസ്തമംഗലത്ത് വോട്ട് ചെയ്യുന്ന ആളുകളെ, കൊല്ലത്തിരുവിപുരത്ത് വോട്ട് ചെയ്യേണ്ട ആളുകളെ, പാലായിൽ വോട്ട് ചെയ്യേണ്ട ആളുകളെ, ആലത്തൂരിൽ വോട്ട് ചെയ്യേണ്ട ആളുകളെ അവർ കൂട്ടത്തോടെ കൊണ്ടുവന്ന് തൃശ്ശൂരിലെ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി മത്സരിക്കുന്ന സമയത്ത് അന്തിമ പട്ടികയിൽ ഇടം പിടിപ്പിച്ച് ഇവിടുത്തെ 6 മാസത്തെ സ്ഥിരം വോട്ടർമാരായി, ജീവനക്കാരായി, ജീവിക്കുന്ന മനുഷ്യരായി കണക്കാക്കി ചിത്രീകരിക്കും. ഒരിടത്ത് ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരായി വെട്ടിമാറ്റും. അതങ്ങ് ബീഹാറിൽ. ഇവിടെ ജീവിച്ചിരിക്കുന്ന മറ്റൊരു മണ്ഡലത്തിലെ വോട്ടർമാരെ തൃശ്ശൂരിൽ പോലെയുള്ള മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവിടെ വോട്ട് രേഖപ്പെടുത്തി അടുത്ത നിമിഷം തന്നെ ആ വോട്ടർമാരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരെവിടെയാണോ വോട്ട് ചെയ്തിരുന്നത് ആ മണ്ഡലങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. ഒരു ജനാധിപത്യം അട്ടിമറിക്കാൻ ഇതിലും അധികം വേണമോ? ഒരൊറ്റ ചോദ്യം. നമ്മുടെ ജനാധിപത്യം അട്ടിമറിക്കാൻ ഇങ്ങനെ കേരളത്തിലുള്ള CPM എന്ന് പറയുന്ന പാർട്ടിയോ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്, ഇന്ത്യയിലെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയോ എന്ന് വിചാരിക്കുന്നുവെന്ന് കരുതുക. വാരണാസിയിലേക്ക് കോൺഗ്രസ്സുകാരും CPMകാരും ഇവിടുത്തെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള മുഴുവൻ ആളുകളും ഒരു 5 ലക്ഷം വോട്ടർമാരെ കാശ് എത്ര മുടക്കിയാലും കുഴപ്പമില്ലെന്ന് കരുതി വാരണാസി മണ്ഡലത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് 6 മാസത്തിന് മുമ്പ് ചെലവും കൊടുത്ത് ചട്ടപ്രകാരം കൊടുത്ത് നരേന്ദ്രമോദിയെ തോൽപ്പിച്ചാൽ അത് ജനാധിപത്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് ജനാധിപത്യം എന്ന ആശയത്തിൻ്റെ അടിവേരിറക്കുന്ന ഒന്നാണ്. അത് ആ മണ്ഡലത്തിലെ ആളുകളാണ് ആ മണ്ഡലത്തിലെ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കേണ്ടത്. ഇതാണ് നിങ്ങൾ ഷോർട്ട് കട്ടിലൂടെ നേടിയത്. ഇങ്ങെടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ എടുക്കും എന്ന് നമ്മൾ കരുതിയില്ല. ഇത് വല്ലാത്തൊരു എടുക്കലായിപ്പോയി എന്ന് മാത്രമേ നമുക്ക് സുരേഷ് ഗോപിയോട് പറയാനുള്ളൂ. എൻ്റെ ചോദ്യം ഇതാണ്. ഇപ്പോഴും സുരേഷ് ഗോപിയുടെ കുടുംബം ആ മണ്ഡലത്തിലെ ഗുവാഹട്ടി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമുള്ള പെർമനന്റ് ഹബിച്വൽ റെസിഡൻസ് ആണോ അല്ലയോ? ഒറ്റ ചോദ്യം. സുരേഷ് ഗോപി മറുപടി പറയണ്ടേ എന്നതായിരുന്നു ചോദ്യം. 4 പേരുടെയും ഉത്തരം യെസ് എന്നാണ്. Meet the editors.